ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സെപ്റ്റംബർ 17 ചൊവ്വ. പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. വളരെ കാതലായ സന്ദേശം കൈമാറുന്ന ഒരു ഭാഗമാണ്. ഇന്ന് ഒത്തിരി നീട്ടിക്കൊണ്ട് പോകാതെ വളരെ സംക്ഷിപ്തമായ രൂപത്തിൽ നമ്മളത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണം. സാധിക്കുന്നവരൊക്കെ ഈ ചെറിയ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള ഈ ഭാഗം വായിക്കാനും കൂടെ ശ്രമിക്കണം. നമുക്കൊക്കെ അറിയാവുന്നതാണ് യോഹന്നാൻ 3:16. നമ്മളൊക്കെ കാണാപ്പാഠം പഠിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടു നടക്കുന്ന ഒരു വാക്യമാണിത്. ഇനി ആർക്കെങ്കിലും അത് ബൈഹാർട്ട് അറിഞ്ഞുകൂടെങ്കിൽ, മനഃപ്പാഠം അറിഞ്ഞുകൂടെങ്കിൽ ഇന്ന് തന്നെ പഠിച്ച് അത് മെമ്മറൈസ് ചെയ്യാൻ എല്ലാവരും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ബ്ലസ് 364ൻ്റെ ഹോംവർക്ക് അതാണ്. യോഹന്നാൻ 3:16 പഠിക്കുക. 3:16 പഠിച്ച് അത് സ്വാംശീകരിക്കുക, ഇംബൈബ് ചെയ്യുക, നമ്മുടേതാക്കി കൊണ്ട് നടക്കുക. അപ്പോൾ ഓൾറെഡി പഠിച്ചവർ ഒത്തിരി പേര് ഉണ്ടെന്ന് എനിക്കറിയാം. ഈ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒത്തിരി പേര് ഇത് മുമ്പേ തന്നെ പഠിച്ചിട്ടുള്ളവരാണ്. ഇനി ആരെങ്കിലും ഇനി നമ്മൾ ശ്രദ്ധിച്ചില്ല അങ്ങനൊരു കാര്യം, പക്ഷെ ഇന്ന് പഠിക്കാം നമുക്ക്. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. ഈശോയുടെ മനുഷ്യാവതാരത്തെ വർണ്ണിക്കുന്ന ഇതിലും സുന്ദരമായ ഒരു വാക്യമില്ല. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ചു. അപ്പോൾ ഒന്നാമത്തെ കാര്യം, കർത്താവ് ഈശോ തമ്പുരാൻ, ഈശോ മിശിഹ ഈസ് ഈക്വൽ ടു ഗാഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം. ഒന്നാമത്തെ ചിന്ത അതാണ്. ഈശോ മിശിഹ പുത്രൻ തമ്പുരാൻ മനുഷ്യാവതാരം എടുത്തത്, നമ്മളിലേക്ക് ഇറങ്ങി വന്നത്, ഇമ്മാനുവേലായത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം, ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യകുലത്തോടുള്ള, ദ ഹോൾ മാൻ കൈൻഡിനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞു തുളുമ്പി സ്വർഗത്തിലേക്ക് പെയ്തിറങ്ങിയതിൻ്റെ പേരാണ് ഈശോ മിശിഹ. അപ്പോൾ ഒന്നാമത്തെ ആശയം അതാണ്. ദൈവസ്നേഹത്തിൻ്റെ നിറഞ്ഞു തുളുമ്പലിൻ്റെ പേരാണ് കർത്താവ് ഈശോ മിശിഹ. 2, അതിൻ്റെ പർപ്പസ് എന്തായിരുന്നു? ആ സ്നേഹം അങ്ങനെ താഴേക്ക് ഒഴുകി വന്നതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? അതിൻ്റെ ഉദ്ദേശം ഈ യോഹന്നാൻ 3:16 തന്നെ കിടപ്പുണ്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ലക്ഷ്യം എന്താണ്? പർപ്പസ് എന്താണ്? സാൽവേഷൻ, രക്ഷ നമ്മളിലേക്ക് എത്തിക്കുക എന്നത്. അതുകൊണ്ടാണ് 17-ാമത്തെ വാക്യത്തിൽ അതിൻ്റെ വിശദീകരണം കിടക്കുന്നത്. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാൻ. സാൽവേഷൻ ഇസ് ദ പർപ്പസ്. സാൽവേഷൻ ഇസ് ദ പർപ്പസ് ഓഫ് ഇൻകാർണേഷൻ. അതുകൊണ്ട് 2 ആശയങ്ങൾ നമുക്കിങ്ങനെ പഠിക്കുമ്പോൾ എന്നറിയാവോ, നമുക്ക് ഈ ഹോൾ തിങ് ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുകയാണ്. ഈശോ തമ്പുരാൻ എന്താണ്? ഈശോ മിശിഹ എന്താണ്? ദൈവത്തിൻ്റെ സ്നേഹം സ്വർഗം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകി ഇറങ്ങിയതിൻ്റെ പേരാണ് ഈശോ മിശിഹ. അപ്പോൾ അടുത്ത ചോദ്യം, എന്തിനാണ് ഈശോ മിശിഹ ഇങ്ങോട്ട് വന്നത്? ഉത്തരം, സാൽവേഷൻ. ആരുടെ? ലോകം മുഴുവൻ്റെയും, ഒരാൾ ഒഴിയാതെ ലോകം മുഴുവൻ്റെയും രക്ഷ സാധ്യമാക്കാനാണ് കർത്താവ് തമ്പുരാൻ താഴേക്ക് ഇറങ്ങി വന്നത് എന്നോർക്കുക. അപ്പോൾ ഉടനെ ചോദ്യം, എന്താണ് ഈ രക്ഷയും ശിക്ഷയും? എന്താണ് ഈ രക്ഷയും ശിക്ഷയും? സിമ്പിളാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്താണെന്നറിയാമോ ഈ ശിക്ഷയും രക്ഷയും? കർത്താവിനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് രക്ഷയുടെ അനുഭവം. കർത്താവ് ഈശോ മിശിഹായെ, സത്യദൈവമായ കർത്താവ് ഈശോ മിശിഹായെ ഓപ്റ്റ് ചെയ്യുക. അതിനുള്ള അവസരം നമുക്ക് ലഭിക്കുമ്പോൾ, ചിലപ്പോൾ നമുക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നവരുണ്ട്. നമ്മളല്ല, വി ആർ പ്രിവിലേജ്ഡ് പീപ്പിൾ. ശരിക്കും നമ്മൾ കർത്താവിനോട് നന്ദി പറയേണ്ടത് അതിനാണ്. വി ആർ പ്രിവിലേജ്ഡ് പീപ്പിൾ. അനുഗ്രഹമായിട്ട് കിട്ടിയത്, ദാനമായി കിട്ടിയത് നമുക്കിതൊക്കെ. വി ആർ പ്രിവിലേജ്ഡ്. അത് കിട്ടാതെ പോയവർക്ക് അതിന് അവസരം കിട്ടുമ്പോൾ, അതിനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരിക, അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിച്ച മൂല്യങ്ങളിൽ ജീവിക്കാൻ ശ്രമിക്കുക. കർത്താവിൻ്റെ പക്ഷത്തേക്ക് വരുന്ന അനുഭവത്തിൻ്റെ പേരാണ് രക്ഷ. കർത്താവിനെ അറിഞ്ഞിട്ട് അവനെ നിഷേധിക്കുന്നതിൻ്റെ പേരാണ് ശിക്ഷ. ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ സ്വർഗവും നരകവും ഒക്കെ ഇല്ലേ, ഓൾറെഡി വി ആർ ഇൻ ടു ഹെവൻ, ഓൾറെഡി വി ആർ ഇൻ ടു ഹെൽ. നമ്മൾ ഇവിടെ തന്നെ സ്വർഗവും നരകവും ആരംഭിച്ചു കഴിഞ്ഞു.
അതായത് മരണത്തിന് ശേഷം ഒരു അപ്സൈഡ് ഡൗൺ ജീവിതം മാറാൻ പോകുന്നില്ല. ഇവിടെ ദൈവത്തെ അനുഭവിച്ചവർ ആ ദൈവാനുഭവ തുടർച്ചയിലായിരിക്കുന്നതിൻ്റെ പേരാണ് സ്വർഗം. ഇവിടെ ദൈവത്തെ നിഷേധിച്ചവർ ആ ദൈവനിഷേധത്തിൻ്റെ അനുഭവത്തിൽ തുടർന്നും ജീവിക്കുന്നതിൻ്റെ പേരാണ് നരകം. അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്നത് ഒന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ റിവിഷൻ തരുന്നത് ആ ത്രെഡ് നിങ്ങൾക്ക് വിട്ടുപോകാതിരിക്കാനാണ്. എന്താണ് മനുഷ്യാവതാരം? ദൈവത്തിൻ്റെ സ്നേഹം, ഗാഡ്സ് ലവ്. എന്തിനാണ് മനുഷ്യാവതാരം? സാൽവേഷൻ. എന്താണ് സാൽവേഷൻ? കർത്താവ് തമ്പുരാനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ്, കർത്താവിൻ്റെ പക്ഷത്തേക്ക് നിൽക്കുന്നതിൻ്റെ പേരാണ് സാൽവേഷൻ, നിത്യരക്ഷ. ഒരിക്കലത് അനുഭവം കിട്ടുന്നവർ ആ അനുഭവത്തിൽ തുടരുന്നു. മരണം ജസ്റ്റ് ഒരു ഡോറ് മാത്രമാണ്, ഒരു കവാടം മാത്രമാണ്. ആ കവാടം കടന്ന് അതിൻ്റെ തുടരനുഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഞാൻ ഈ ദിവസങ്ങളിൽ തൊട്ടുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, ബാംഗ്ലൂരിൽ ദാസ്രഹള്ളി എന്നൊരു പള്ളി, ജാലഹള്ളി അപ്പുറത്ത് ദാസ്രഹള്ളി എന്നൊരു ഇടവകയിൽ 2ാമത്തെ വട്ടമാണ് അവിടെ ധ്യാനിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ ധ്യാനം അവിടുത്തെ വികാരിച്ചൻ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ഇടവക ജനത്തിന് 3 ദിവസം, യൂത്തിന് 2 ദിവസം, അതിനുശേഷം കുട്ടികൾക്ക് സെഷൻസ്, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ യൂത്തിൻ്റെതൊക്കെ ഇങ്ങനെ ഇൻട്രാക്ഷൻ ആയിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് നമ്മൾ മോണോലോഗായിട്ട് ധ്യാനം പ്രസംഗിച്ചിട്ട് കാര്യമില്ല, അവരോട് സംസാരിക്കണ്ടേ. അപ്പോൾ കുഞ്ഞുങ്ങളോട് സംസാരിച്ചപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ കുഞ്ഞുങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ചോദിച്ചൊരു കാര്യമാണ്, എന്തിനാണ് ദൈവം ഈ തിന്മ ഇവിടെ അനുവദിച്ചിരിക്കുന്നത്? ഇതിനെ അങ്ങ് എടുത്തു മാറ്റിയാൽ കുഴപ്പമില്ലോ. ഈ തിന്മയെ, പിശാചിനെ അങ്ങ് കൊട്ടേഷൻ കൊടുത്ത് അവസാനിപ്പിച്ചാൽ സമാധാനം ഉണ്ടല്ലോ. എന്തിനാണ് തിന്മ ഇവിടെ? എന്തിനാണ് ഇവിടെ തിന്മ? അത് മനസ്സിലാക്കി വെക്കണമെന്നറിയാമോ? നന്മയും തിന്മയും നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആണ് നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് വിലയുള്ളത്. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കണം. ചിലപ്പോൾ നമുക്കൊക്കെ തോന്നും, എന്തിനാണ് തിന്മയെ ദൈവം അനുവദിച്ചിരിക്കുന്നത്? ദൈവം സർവശക്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തിന്മയെ അനുവദിച്ചിരിക്കുന്നത്? അതിൻ്റെ ഉത്തരം ശ്രദ്ധയോടെ മനസ്സിലാക്കുക. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഉള്ളപ്പോഴാണ് നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് വിലയുള്ളത്. അപ്പോഴാണ് നന്മയ്ക്ക് മൂല്യമുള്ളത്. നമ്മുടെ മുമ്പിൽ നന്മയും തിന്മയും ഓപ്ഷൻസ് ഇല്ല, നന്മ മാത്രമേ ഉള്ളൂ ലോകം മുഴുവൻ എന്ന് വിചാരിച്ചേ. അങ്ങനെ വന്നാൽ പിന്നെ നന്മ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരാൾക്ക് എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. അത് കൈൻഡ് ഓഫ് റോബോട്ടിക്സ് ആയിരിക്കും, എല്ലാവരും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നന്മയുടെ തിന്മയുടെ സാധ്യതകളുടെ മുമ്പിൽ നിന്നിട്ട് നമ്മൾ കർത്താവിനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് നിത്യജീവൻ, രക്ഷയുടെ അനുഭവം. അതുകൊണ്ടാണ് കർത്താവ് തിന്മയെ, അവിടെയാണ് നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ്, മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ കർത്താവ് ബഹുമാനിക്കുന്നത്. മനസ്സിലാക്കേണ്ടതാണ് നിൻ്റെ രക്ഷ. അതുകൊണ്ടാണ് ഇവിടെ ഒരു വാക്ക് കണ്ടോ, അതായത് വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ മരണശേഷം ശിക്ഷ കിട്ടുക എന്നല്ല, നേരത്തെ തന്നെ നീയായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞു നരകം, നീയായിട്ട് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞു സ്വർഗം. പ്രിയമുള്ളവരെ, 4 കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രമിക്കാൻ പറഞ്ഞു. വളരെ കാതലായ ഒരു സുവിശേഷ ഭാഗമാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ഒത്തിരി ദൈവാനുഭവത്തിന് നമ്മളെ ഒരുക്കുന്ന ഭാഗം കൂടിയാണ്. എന്തൊക്കെയാണ് മനസ്സിലാക്കിയത് നമ്മൾ? ഒന്നാമത്തത്, മനുഷ്യാവതാരത്തെ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞ് തുളുമ്പി ഒഴുകി വന്നു, ഗോഡ്സ് ലവ്. 2, പർപ്പസ്, സാൽവേഷൻ. മൂന്നാമത്തത് നമ്മൾ ചിന്തിച്ചത് എന്താണ് സാൽവേഷൻ? സാൽവേഷൻ കർത്താവിനെ ഓപ്റ്റ് ചെയ്യുന്നതിൻ്റെ പേരാണ് സാൽവേഷൻ. 4ാമത് നമ്മൾ ചിന്തിച്ചത് ഈ തിന്മയെ അങ്ങ് ഇല്ലാണ്ടാക്കിയാൽ എല്ലാവരും രക്ഷിക്കപ്പെടുകയില്ലേ? അങ്ങനെ വരുമ്പോൾ ആ രക്ഷിക്കപ്പെടൽ ഒരു മെക്കാനിക് അനുഭവമാണ്, മെക്കാനിക്കലാണത്. അത് പറ്റില്ല. നമ്മുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നമ്മൾ കർത്താവിനെ ഓപ്റ്റ് ചെയ്യണം. അപ്പോഴാണ് അതിന് വിലയുള്ളത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, നിയമം ഉള്ളത് കൊണ്ടാണ് പാപം. ഈ നിഷേധം, ചില കാര്യങ്ങളോട് നമ്മൾ നോ പറഞ്ഞ് മാറ്റിവെച്ച് കർത്താവിനെ ഓപ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ദൈവാനുഭവം നമ്മളിൽ നിറയുന്നത്. പാപത്തെ അകറ്റുമ്പോഴാണ് പുണ്യത്തിന് വിലയുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, നിൻ്റെ പരിശുദ്ധ നാമത്തിന് ഞങ്ങളെപ്പോഴും മഹത്വം കരയറ്റട്ടെ. നിൻ്റെ സ്നേഹത്തെ ലോകം മുഴുവൻ്റെയും വീണ്ടെടുപ്പിനായി മനുഷ്യാവതാരം ചെയ്ത നിൻ്റെ സ്നേഹത്തെ ഞങ്ങളും ലോകം മുഴുവനും തിരിച്ചറിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.